അങ്ങനെ തബല മാന്ത്രികൻ അന്തരിച്ചു. കഴിഞ്ഞ ദിവസം USA ഒരു ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. അർബുദബാധയെ തുടർന്ന് അദ്ദേഹത്തിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. എന്നാൽ ഇന്നലെ അദ്ദേഹം മരണപ്പെട്ടു. ലോകം അറിയപ്പെടുന്ന ഒരു വലിയ വ്യക്തിയാണ് തബല മാന്ത്രികൻ സക്കീർ ഹുസൈൻ. 1951 മാർച്ച് 9 അദ്ദേഹം മഹാരാഷ്ട്രയിൽ ജനിച്ചത്. ഏകദേശം 73 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. തബലയിൽ അദ്ദേഹത്തിൻ്റെ മാന്ത്രിക വിദ്യ നമുക്ക് എത്ര പറഞ്ഞാലും മതി വരാത്ത കാര്യമാണ്. അദ്ദേഹം തബലയിലൂടെ തൻ്റെ വിരൽത്തുമ്പിലൂടെ ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വലിയൊരു തീരാ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു മാന്ത്രിക വിദ്വാൻ ഇന്ത്യയിലെ അനേക പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. വലിയ അംഗീകാരങ്ങൾ ലോകത്ത് നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാട് ഇന്ത്യക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കലയെ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു വലിയ തീരാ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നമ്മൾക്കും പങ്കുചേരാം. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അദ്ദേഹം പലതവണ നമ്മുടെ കേരളത്തിൽ വന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ വിരൽത്തുമ്പിലെ വിസ്മയം നമ്മൾ ഏവരും കണ്ടതാണ്. ഇങ്ങനൊരു വ്യക്തി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. അത്രമാത്രം കഴിവറ്റ ഒരു വ്യക്തിയായിരുന്നു സക്കീർ ഹുസൈൻ, തബല മാന്ത്രികൻ എന്ന് വേണം അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയുവാൻ. അങ്ങനെ ആ വലിയ ഒരു മനുഷ്യൻ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. നമ്മൾക്ക് മാത്രമല്ല, ലോകത്തിന് മൊത്തവും അദ്ദേഹത്തിൻ്റെ വേർപാട് ഒരു വലിയ ദുഃഖമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ നല്ല കല മരിച്ചാലും നമ്മുടെയൊക്കെ മനസ്സിൽ അത് ജീവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കലും നമ്മൾ അദ്ദേഹത്തെ മറക്കുവാൻ കഴിയത്തില്ല. അത്രമാത്രം നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് തബല മാന്ത്രികൻ സക്കീർ ഹുസൈൻ. അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്കേവർക്കും ഒരു തീരാ നഷ്ടമായി പോയി എന്നാണ് പറയുവാനുള്ളത്. അദ്ദേഹത്തിന് നമ്മളുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ബൈ.